ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അയ്യപ്പക്ത സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പാണ് മ്യൂസിയത്തിൽ നിന്നാണ് നാമജപം ആരംഭിച്ചത്. ഈ നാമജപം പുത്തരിക്കണ്ടം മൈതാനത്താണ് അവസാനിക്കുന്നത്. അവിടെ അയ്യപ്പക്തരെ അഭിസംബോധന സംസാരിക്കുന്നത് മാതാ അമൃതാനന്ദമഴിയാണ്. സ്വാമി പരിപൂർണ, ചിദാനന്ദപുരി എന്നീ സന്യാസിശ്രേഷ്ഠന്മാരും 200 സന്യാസിശ്രേഷ്ഠന്മാർ അയ്യപ്പക്തരെ അഭിസംബോധന സംസാരിക്കും. ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് തെറ്റാണെന്നും അതോടൊപ്പം തന്നെ അയ്യപ്പക്തരെ കാണാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വളരെ സമാധാനപരമായിട്ടാണ് അയ്യപ്പക്തർ നാമജപം മുന്നോട്ട് വന്നത്. ശബരിമല യുവതീ പ്രവേശം വിധി വന്ന അന്ന് മുതൽക്ക് തന്നെ വളരെ സമാധാനപരമായിരുന്നു അയ്യപ്പക്തർ നാമജപവുമായി തെരുവിലിറങ്ങിയത്. എന്നാൽ ഈ സമരത്തെ സർക്കാർ കണ്ടില്ലെന്നാണ് നടിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ നിരോധനാജ്ഞയും അതോടെ തന്നെ ഒട്ടനവധി അയ്യപ്പക്തരെ കള്ളക്കേസിൽ കുടുക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 47 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ആ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നും അയ്യഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. എന്നാൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിലെ പ്രതിനിധികളാണ് സമരം ചെയ്യുന്ന എന്നൊരു പ്രാധാന്യം നൽകാതെയാണ് സർക്കാർ ഈ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ശക്തമായ ആരോപണമാണ് PS ശ്രീധരപിള്ള അടക്കമുള്ള BJPയിലെ പ്രമുഖ നേതാക്കൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ പാളയത്തെത്തിയിരിക്കുകയാണ്, നാമജപം പാളയത്തെത്തിയാണ്. പാളയത്ത് നിന്ന് അല്പസമയം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ പ്രവേശിക്കുകയും 2 ലക്ഷത്തിലധികം അയ്യപ്പക്തർ അണിചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ അയ്യപ്പക്തരാണ് ഇപ്പോൾ പ്രധാനമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് അയ്യപ്പ ജ്യോതിയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് വരെ ശക്തമായ രീതിയിൽ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ നാമജപം മുന്നോട്ട് പോകും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പാളയത്താണ് ഈ നാമജപം എത്തിയിരിക്കുന്നത്. അല്പസമയം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുകയും അവിടെ മാതാ അമൃതാനന്ദമയാണ് മുഖ്യ സാന്നിധ്യം വഹിക്കുന്നത്. അവർ ഈ നാമജപത്തെ അഭിസംബോധന സംസാരിക്കുകയും ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് എത്തുന്നവരെ ഇതേ രീതിയിലുള്ള വളരെ സമാധാനപരമുള്ള നാമജപവുമായി മുന്നോട്ട് പോകും എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ജനലക്ഷങ്ങൾ അണിചേരുന്ന സംഗമം പരിപാവനമായ ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ഭഗവാൻ അയ്യപ്പനെ പോലും തടവറയിലാക്കിയ പോലീസിന്റെയും ഭരണകൂടത്തിൽ ചിദാനന്ദപുരി സ്വാമികൾ എന്നിവർ പങ്കെടുക്കുന്നു. ശബരിമലയിൽ നടക്കുന്ന ആചാര ലംഘനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോടാനുകോടി അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ വേദനയുടെ നെരിപ്പോടരിയിച്ച ഭരണധാർഷ്ട്യത്തിനെതിരെ അയ്യപ്പ ഭക്ത സംഗമം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ.